ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ്. ഈ വട്ടയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെയല്ല. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ടി ഞാൻ അരി ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിത് സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കണം. നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം തേങ്ങാവെള്ളമാണ്. 2 തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് തേങ്ങാവെള്ളമുണ്ട്. ആ തേങ്ങാവെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തൊരു 3-4 മണിക്കൂറൊന്ന് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേ പണ്ട് നമ്മൾ കള്ളൊക്കെ ചേർത്ത് അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു ടേസ്റ്റ് നമ്മുടെ അപ്പത്തിന് കിട്ടും. അപ്പോൾ ഇത് ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാവെള്ളം കുറച്ച് ഞാൻ അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി ഒരുപാട് അരഞ്ഞു പോകരുത്. ചെറിയ ചെറിയ തരികൾ അതിൽ കിടക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുമ്പോഴേ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത മാവിൽ നിന്നൊരു 4-5 ടേബിൾ സ്പൂൺ മാവ് ഞാൻ വേറൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കപ്പ് കാച്ചി എടുക്കാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 4-5 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി ഈ മാവിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ വലിയ ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഈ അപ്പത്തിനൊക്കെ കപ്പ് കാച്ചി എടുക്കുന്നത് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചോറും തേങ്ങയും അരിയും എല്ലാം കൂടെ അരച്ച ശേഷം അതിൽ നിന്നെടുത്തിട്ടാണ് ഈ കപ്പ് കാച്ചുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ അരി മാത്രം അരച്ചിട്ടായിരിക്കണം കപ്പ് കാച്ചി എടുക്കേണ്ടത്. അപ്പോൾ അതാണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. തീ കൂട്ടിയിടരുത്. അതുപോലെ തന്നെ എല്ലാ വശവും ചേരുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ അരച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ കപ്പ് കാച്ചുമ്പോഴേ നമുക്ക് ബാക്കി അരയ്ക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കപ്പ് കാച്ചിയത് നല്ലതുപോലെ തണുത്ത് കിട്ടും. അതുപോലെ തന്നെ മിക്സി ഒരുപാട് ചൂടാവുകയുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയാക്കരുത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുക്കുകയാകാവൂ. ഒരുപാടങ്ങ് ടൈറ്റായി പോകരുത്. കാരണം നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പം നമുക്കത് നല്ലതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയിരിക്കുന്ന അരി കൂടി ഒന്ന് അരച്ചെടുക്കാം. അതും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചോറ് ചേർക്കരുത്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ആകാവൂ. ഞാൻ മട്ട അരിയുടെ ചോറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെള്ള അരിയുടെയോ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണിലും താഴെ ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് അരച്ചെടുക്കുക. കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് തണുത്തും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കുറുക്കി എടുക്കുന്നത് ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇപ്പം നമ്മൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. ഞാൻ ഒരു വലിയ തേങ്ങയുടെ 3/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ തേങ്ങ ചിരകുമ്പോൾ നമ്മൾ മാക്സിമം ആ തേങ്ങയുടെ കറുപ്പൊന്നും വരാതെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും വരത്തില്ല, പക്ഷേ നമ്മുടെ വട്ടയപ്പം കാണാൻ നല്ലൊരു ഭംഗി കാണില്ല. അപ്പോൾ ആ കറുപ്പ് ഭാഗം വരാതെ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങയും അരിയും ചോറും എല്ലാം കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ പ്രത്യേകം അരച്ചെടുത്താണ്. ഈ തേങ്ങ നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. അവിയലിന് അരയ്ക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒന്ന് അരഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഈ വട്ടയപ്പം കഴിക്കുമ്പോഴേ തേങ്ങ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. അപ്പോൾ അതാണ്ട് ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം 1-2 ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിലാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. അവിയലിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒന്ന് അരഞ്ഞിട്ടിട്ടുണ്ട്. തരിതരിയായിട്ട് ഇങ്ങനെ കിടക്കണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2-3 വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല കമൻസ് പറഞ്ഞ വീഡിയോസാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ കയ്യിൽ നല്ലതുപോലെ തരികൾ വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും നമ്മളങ്ങനെ തരിതരിയായിട്ട് അരച്ചെടുത്തത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ്ട് ഈ ഒരു കണക്കിനെ കിട്ടാവൂ. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു രീതിയിലേ കിട്ടാവൂ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. ഒരു 6 മണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ഇത് പൊങ്ങി വരും. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടച്ചു വെച്ച് കൊടുത്ത ആ പാത്രത്തിലൊക്കെ ആയിട്ടുണ്ട്. പൊങ്ങി വന്നതിന് ശേഷം ഇത് താന്ന് ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു വലിയൊരു പ്ലേറ്റ് വല്ലതും വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെളിയിലേക്ക് പോകും. അപ്പം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിങ്ങനെ നീക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. 4-5 ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. ഏലക്കയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലൊരു മണവും ഒക്കെ കിട്ടും. ഇനി ഏലക്കയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴേ പൊടിച്ച പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാടിട്ട് ഇളക്കി ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ പോകും കേട്ടോ. ബബിൾസൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടത്തില്ല. ചെറിയ രീതിയിൽ പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. മാത്രമല്ല ഇനി ഇതിനകത്ത് പഞ്ചസാര ചേർക്കാതെ അങ്ങനെയും കഴിക്കാം. കറിയൊക്കെ കൂട്ടി കഴിക്കണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കാതെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തെടുക്കാം. ഞാനതൊരു പ്ലേറ്റിലാണ് ചെയ്യുന്നത്. പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ എടുത്തേക്കുന്ന പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗം വരെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് വെന്ത് വരുമ്പോഴേ മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെക്കുന്ന സ്റ്റാൻഡും പാത്രമൊക്കെ നല്ലതുപോലെ നേരെ തന്നെ വെക്കണം. ചരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ മാവ് ഒരു വഴിക്കോട്ട് വരികയും ചെയ്യും. വട്ടയപ്പം വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് കനം കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വട്ടയപ്പം നല്ല രീതിയിൽ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് തണുക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ ബാക്കി വട്ടയപ്പവും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് ടിന്നിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പാത്രം ഉണ്ടല്ലോ, അതിലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴേ ഇതാണ് നമ്മൾ ആദ്യം ചെയ്തെടുത്ത വട്ടയപ്പം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാലും ഒരു സ്പൂണിൻ്റെ ചെവിട് വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലൊന്ന് വെടിവെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ അതാണ് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ളതും കൂടെ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് അരച്ചെടുക്കണമെന്നുള്ള കാര്യമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.